പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷക്കൈന ടെലിവിഷൻ ചാനൽ ഒരുക്കുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനവും ക്രൈസ്തവ വേട്ടയും. കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അവഹേളനവും ക്രൈസ്തവ വേട്ടയും എന്ന വിഷയമാണ്. നിങ്ങളിൽ ഒത്തിരി പേര് കൺവെൻഷനുകളിലും താമസസ്ഥല ധ്യാനങ്ങളിലും ഷാലോം ചാനലിലൂടെയുള്ള എല്ലാ ഞായറാഴ്ച 8:30-ക്കുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷകളിലും പങ്കുചേരുന്നവരാണ്. എന്നാൽ കുറച്ച് പേര് ആദ്യമായിട്ട് പുതിയ വിധത്തിൽ ധ്യാനങ്ങൾ കൂടാതെ ഈ ശുശ്രൂഷകളിൽ കർത്താവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യുവതി യുവാക്കന്മാരുണ്ട്, ബാലികാ ബാലന്മാരുണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്, വളരെ പാണ്ഡിത്യവും ഔന്നത്യവും ഉള്ളവരുണ്ട്, എന്നാൽ അധികം പാണ്ഡിത്യം ഇല്ലാതെ സാധാരണ നിലയിലുള്ളവരുണ്ട്. എല്ലാവരോടും എൻ്റെ ഹൃദയം തുറന്ന സ്നേഹവും അഭിവാദനവും ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഇതൊരു ധ്യാന പ്രസംഗമല്ല. ഇത് കേരള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് അച്ഛന് വളരെ ശക്തമായി അനുഭവപ്പെട്ടിരിക്കുന്ന ചില പേഴ്സണൽ കൺസേൺസ്, എൻ്റെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. മാർഗദർശനം, മാർഗനിർദ്ദേശം, മാർഗം കാണിച്ചു കൊടുക്കണം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും. എത്ര ശക്തമായ ജനതയാണെങ്കിലും ആ ജനതയ്ക്ക് മാർഗദർശനം സമയാസമയത്ത് നൽകപ്പെടണം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും. അതിൻ്റെ എല്ലാ സമ്പത്തും അതിൻ്റെ ബലിഷ്ഠമായ എല്ലാ കോട്ടക്കൊത്തളങ്ങളെല്ലാം ശത്രു അപഹരിക്കും. അത് ശിഥിലീകരിക്കപ്പെടും, ഛിന്ന ഭിന്നമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തമായി നൽകിയ ഒരു പ്രചോദനം, ഒരു മാർഗദർശനം, ഒരു ആത്മീയ പ്രചോദനം ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മാധ്യമ പ്രവർത്തന മണ്ഡലങ്ങളിൽ നടക്കുന്ന അതിശക്തമായൊരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. അവിടെ ക്രൈസ്തവ അവഹേളനവും ക്രൈസ്തവ വേട്ടയും, സത്യം പറഞ്ഞാൽ സമുദായ ഹത്യ, ക്രൈസ്തവ സമുദായത്തെ നിർമൂലനം ചെയ്യണമെങ്കിൽ അതിനെ ക്ഷയിപ്പിക്കാൻ മനഃപൂർവമായോ അല്ലാതെയോ, ചിലപ്പോൾ നാച്ചുറൽ എവല്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇതിൻ്റെ മുന്നിൽ മനഃപൂർവമായ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. മനഃപൂർവമോ അല്ലാതെയോ നമ്മുടെ ഈ കേരളക്കരയിൽ മലയാളത്തിൽ ക്രൈസ്തവ സാമൂഹിക അല്ലെങ്കിൽ സമ്പർക്ക മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ വളരെ പ്രബലമായ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സമുദായ ഹത്യ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവ സമുദായം, ക്രൈസ്തവ സമൂഹം ഈ കേരളത്തിൽ ഏതാണ്ട് 2000-ഓളം വർഷമായി ഇവിടെയുള്ള നാനാജാതി മതസ്ഥരുമായി ഇടപഴകി ഇവിടെ വേരുപാകി വളർന്നു വരുന്നൊരു സമൂഹമാണ്. സമാധാനപ്രേമികളായ മനുഷ്യർ ഒരുമിച്ച് കൂടുന്നൊരു സമുദായമാണ് ക്രൈസ്തവ സമൂഹമെന്ന് ഈ 2000 വർഷത്തെ ചരിത്രം തെളിയിക്കുകയാണ്. ഈ സമുദായത്തിൻ്റെതായ വിശ്വാസ ആചാരങ്ങളുണ്ട്. ഈ സമൂഹത്തിൻ്റെതായ നേതൃത്വങ്ങളുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്, തത്വസംഹിതകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്, തിരുനാളുകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, ജീവിത രീതികളുണ്ട്, വേഷവിധാനങ്ങളുണ്ട്, ദേവാലയങ്ങളും അതുപോലെ തന്നെ ആരാധന സമ്പ്രദായങ്ങളുമുണ്ട്.
1 2 നൂറ്റാണ്ടിൻ്റെ അല്ല, 20 നൂറ്റാണ്ടിൻ്റെ ചരിത്രം. 20 നൂറ്റാണ്ടായി ഈ മണ്ണിനോട്, ഈ കാലാവസ്ഥയോട്, ഈ സമൂഹത്തോട്, ഇവിടെയുള്ള ജനതകളോട് ഇടപഴകി ലയിച്ച ഒരു സമൂഹം. ഇവിടുത്തെ വളർച്ച പെട്ടെന്ന് ഒരു 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 വാണം പെട്ടെന്ന് പൊങ്ങി വരുന്ന പോലെ ഒരു വളർച്ചയല്ല. 10 15 വർഷം കൊണ്ട് വളർന്നു വന്നതല്ല. വളരെ നാച്ചുറൽ, സ്ലോ ആൻഡ് സ്റ്റഡി, വളരെ നാച്ചുറലായൊരു വളർച്ചയാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റേത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ നമ്മുടെ ഈ കാലഘട്ടം വളരെ 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 എന്താ പറയണത്, സ്ലോലി അതിനെ പോയിസണിങ് കൊടുത്തുകൊണ്ട് അതിനെ നിർജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എ സ്ലോ പോയിസണിങ് ഈസ് ഗോയിങ് ഓൺ ത്രൂ മീഡിയാസ്. ഈ സമുദായം ക്ഷയിക്കാൻ, ഈ സമുദായ ഹത്യയിലേക്ക് നയിക്കുന്ന വിധം സ്ലോ പോയിസണിങ് ഈസ് ഗോയിങ് ഓൺ. വിശ്വാസത്തിൽ ഉണർവ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതീവാക്കന്മാർ, വളർന്നു വരുന്ന കുട്ടി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമ ഇറങ്ങി, സാറാസ്. എന്താ ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം അത്യധികമായി പരിപാവനമായി കരുതുന്ന കുടുംബത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് സിനിമ ആക്രമിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായ ജീവൻ കുടുംബങ്ങളിൽ സ്വീകരിച്ച് അതിനെ പരിപാലിച്ച് കുടുംബത്തെ പരിഷ്ടമായും കുടുംബത്തെ പവിത്രമായും കരുതി വളർത്തി വരുന്ന ആ ഒരു പവിത്ര വിശ്വാസത്തിൻ്റെ കടയ്ക്ക് കൊടാലി വെക്കുന്ന ഒരാശയം സിനിമയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. വളർന്നു വരുന്ന യുവതീവാക്കന്മാർ, കുട്ടികൾ, അവർക്ക് പള്ളിയിൽ കിട്ടുന്ന 1 മണിക്കൂർ നേരത്തെ കാറ്റഗിസത്തേക്കാൾ ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ, പുസ്തകങ്ങളിലൂടെ, മറ്റ് തരത്തിലുള്ള സമ്പർക്ക വിനിമയ മാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓൺഗോയിങ് ഫോർമേഷൻ, നിരന്തരമായ പ്രബോധനങ്ങൾ, അതവരുടെ വിശ്വാസ ജീവിത പ്രാർത്ഥനാ രീതികളെ മാറ്റിമറിക്കും, കുടുംബ സംവിധാനങ്ങളെ മാറ്റിമറിക്കുന്നു. ഇവിടെയുള്ള ഈ ക്രൈസ്തവ സമൂഹം പരിപാവനമായി കരുതുന്ന വിശ്വാസത്തിൻ്റെ മണ്ഡലങ്ങളെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, ഇകഴ്ത്തി കാണിക്കുക, വിശ്വാസാചാരങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ആത്മീയ തത്വസംഹിതകളെയെല്ലാം ഏതറ്റം വരെ അവഹേളിക്കാം എന്ന ഒരു നിലയിലേക്ക്, എന്നൊരു അപകടകരമായ നിലയിലേക്ക് മാധ്യമ പ്രവർത്തകർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത 2016 ക്രൈസ്തവരെ എല്ലാവരെയും മുറിപ്പെടുത്തിയ ഒരു ചിത്രം, ഒരു ഭാഷാഭൂഷണിയിൽ ഒരു ചിത്രം അവർ പ്രസിദ്ധം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഈശോ മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ഒരു രംഗം, കലയോ സംസ്കാരമോ സാഹിത്യം എന്തുമാകട്ടെ, മറ്റൊരു മനുഷ്യനെ മുറിപ്പെടുത്തുന്നതാണോ സാഹിത്യം? മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണോ കല? മറ്റൊരു മനുഷ്യനെ തകർക്കുന്ന, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, അതിൻ്റെ അടിസ്ഥാനങ്ങളെ ആക്രമിക്കുന്നതാണോ കല എന്ന് പറയുന്നത്? ആക്ഷേപകരമായ വിധത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പരിഹാസ്യമായി അന്ത്യ അത്താഴത്തെ ചിത്രീകരിക്കാൻ ഇനി എങ്ങനെ കഴിയും? ഇതിനേക്കാൾ കൂടുതൽ ഹീനമായും മ്ലേച്ഛമായും അധപ്പതിച്ച വിധത്തിലും സംസ്കാരത്തിന് ചേരാത്ത വിധത്തിൽ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ച പരിപാവനമായ സകർമ്മത്തെ എങ്ങനെ ചിത്രീകരിക്കാൻ? അതിനെക്കുറിച്ച് തുടർന്ന് ഒത്തിരി പ്രതിഷേധങ്ങൾ ആ കാലഘട്ടത്തിൽ അരങ്ങേറുകയുണ്ടായി. ഒരുപാട് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സമൂഹത്തിൻ്റെ വേദനയാണ് നാം ഇതിൽ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ കാര്യത്തിലും ഇതുപോലെ ചെയ്യുമ്പം, ഒരു സിനിമ ഇറങ്ങുമ്പോഴാണെങ്കിലും, ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുമ്പോഴാണെങ്കിലും, ഒരു ലേഖനം പ്രസിദ്ധീകരിക്കും, വേദനിക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് അത് ഇറക്കുന്നവരും അത് എഴുതുന്നവരും അത് വരയ്ക്കുന്നവരും ഓർക്കണം. എനിക്ക് കഠിനമായ വേദനയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ആ ഒരു ചിത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല, കുറച്ച് കാലങ്ങളായി ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയും ക്രൈസ്തവരെ വേട്ടയാടുകയും ചെയ്യുന്ന തരത്തിലുള്ള എഴുത്തും ചിത്രവും വായനയും വരയ്ക്കലെല്ലാം ഇത് എൻ്റെ മനസ്സിനെ അതിയായി വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്വേഷിക്കുമ്പോൾ ഒരു വലിയ സമൂഹം, ഇതിൽ വേദനിക്കുന്നൊരു വലിയ സമൂഹം ഈ കേരളക്കരയിൽ നമുക്ക് ചുറ്റിലുമുണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ ഇടയിലുണ്ട് സഹോദരങ്ങളെ. ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമൂഹത്തിൻ്റെ അംഗങ്ങളെ അത്യധികമായി വേദനിപ്പിച്ച മറ്റൊരു സംഭവം, ഒരു കാർട്ടൂൺ. പവിത്രമായി കത്തോലിക്ക സഭ അല്ലെങ്കിൽ പവിത്രമായി ക്രൈസ്തവ സമൂഹം കരുതുന്ന ബിഷപ്പിൻ്റെ സ്ഥാനം
അപ്പസ്തോലിക സ്ഥാനം, അപ്പസ്തോലിക ശുശ്രൂഷ, അപ്പസ്തോലന്മാരുടെ കയ്യിലുള്ള അംശവടി എന്തെങ്കിലും ചില പ്രത്യേക കോണ്ടക്സ്റ്റിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അധിക്ഷേപിച്ച്, ആക്ഷേപിച്ച്, പരിഹസിച്ച്, നിന്ദിച്ച് ആ സമുദായത്തിൽ അടങ്ങുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നതാണോ ആവിഷ്കാരം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ സിനിമകൾ എത്ര തരത്തിലുള്ള വിധത്തിലാണ് ഈ സമുദായത്തിൻ്റെ വിശ്വാസത്തെ ഈ കേരളക്കരയുള്ള മാധ്യമ പ്രവർത്തകർ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും അതിനെ നേരെ അട്ടഹസിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ക്രൈസ്തവ സമൂഹം അങ്ങേയറ്റം വിശുദ്ധമായി കരുതുന്നതാണ് വിശുദ്ധ കുർബാന. കാസ പീലാസ വിശുദ്ധ കുർബാന, ഈശോയുടെ തിരുശരീരം, ഈശോയുടെ തിരുരക്തം, കുംഭസാരം, അൾത്താര, ദേവാലയം, അതിനെയൊക്കെ ചവിട്ടി വെച്ച് ഞാൻ ഒരു സിനിമയിലെ രംഗം കണ്ടിട്ട് എനിക്ക് ഇന്നും അത് എൻ്റെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് മെസ്സേജാണ് ഈ സിനിമ ഈ കേരളത്തിലെ മലയാളികൾ കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപക്ഷെ ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ഒരു സഹോദര മതമല്ലേ ക്രൈസ്തവ സമൂഹം? ആ സമൂഹത്തിലെ ഒരു മതവിശ്വാസത്തെ ഇതുപോലെ ചവിട്ടി മെതിച്ച്, ആക്ഷേപിച്ച്, ഇതുപോലെ ആട്ടി ഊറ്റി അതിനെ ഒന്നും അല്ലാതാക്കി ചവിട്ടി മെതിച്ച് പഴന്തുണി പോലെ ആക്കുമ്പം ആർക്കാണ് ഇവിടെ നേട്ടം? ഇതുകൊണ്ട് ആർക്കാണ് ഇവിടെ ഉയർച്ച? ലക്ഷോപലക്ഷം ഈ കേരളക്കരയിൽ വസിക്കുന്ന മലയാളികളായ വിശ്വാസികളുടെ, അതുപോലെ ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ കുത്തി മുറിവേൽപ്പിച്ച ഒരു ഫിലിമായിരുന്നു അത്. എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള സിനിമകളിൽ ഇവർ ഇതിന് അത്യുത്സാഹം കാണിക്കുന്നു? ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ നിഗൂഢ താല്പര്യങ്ങളുണ്ടായിരിക്കാം, വർഗീയ അജണ്ടയുണ്ടായിരിക്കാം. ഈ സമുദായത്തെ ശിഥിലീകരിക്കണമെങ്കിൽ ഇതിൻ്റെ ആത്മീയ അടിത്തറയെ ആക്രമിക്കണം എന്നുള്ള തത്വം അവർക്കറിയാമായിരിക്കാം. ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. അതുകൊണ്ട് പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയെയും ബലിപീഠത്തെയും ദേവാലയത്തെയും ആത്മീയ ജീവിത രീതികളെയും ആത്മീയ മനുഷ്യരെയും ഒന്നടങ്കം കരുതേക്കുക, അപഹസിക്കുക, ആക്ഷേപിക്കുക, അവരെ സമൂഹത്തിൽ അപഹസിക്കുക. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ അച്ഛന്മാരുമായിട്ട് അവരുടെ ജീവിത രീതിയായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വിധത്തിലുള്ള സിനിമയിൽ ഈ ചിത്രീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ സെബസ്താനോസിന്റെ ഓർമ്മ പെരുന്നാൾ ഒന്നിച്ചുകൂടാ. ആത്മീയ കാര്യങ്ങളെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുക, ആത്മീയ മനുഷ്യരെ പരിഹാസ രൂപത്തിൽ ചിത്രീകരിക്കുക. പ്രിയപ്പെട്ട സഹോദരനെ, കലയെയും സാഹിത്യത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷേ മറ്റു സമുദായങ്ങളെയും അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ, അവരുടെ ഹൃദയത്തിൽ അവർ താലോലിക്കുന്ന ആത്മീയ കാര്യങ്ങളെ, ആത്മീയ തത്വങ്ങളെ ആദരിക്കാനും ഈ സമൂഹം തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം? ഒരു വെബിനാർ ഈ വിഷയത്തെക്കുറിച്ച്, അതായത് കേരള സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലുള്ള ക്രൈസ്തവ അവഹേളനങ്ങളെയും ക്രൈസ്തവ വേട്ടയെയും കുറിച്ച്, സമുദായ ഹത്യയെക്കുറിച്ച് ഇന്ന് എല്ലാ ഭാഗത്തുനിന്നും യുവജനങ്ങളും കുട്ടികളും മുതിർന്നവരും കുടുംബങ്ങളും നേതാക്കന്മാരെല്ലാം ഉണരുകയാണ്. അങ്ങനെ ഉണർന്ന് വലിയൊരു വെബിനാർ നടന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ഒരു ഭാഗം ബഹുമാനപ്പെട്ട നോബിളച്ചൻ സംസാരിച്ചതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്രൈസ്തവ ജീവിതവും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഞാൻ പ്രബലമായ, അതായത് ഏറ്റവും നമുക്ക് സുവ്യക്തമായി കാണാവുന്ന വിഷയങ്ങളെയാണ് ഇന്ന് എടുത്ത് പറഞ്ഞത്. അവ മൂലമുണ്ടാകുന്ന സ്വാധീനങ്ങൾ എന്താ? ചലച്ചിത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതത്തിന്റെ ബാഹ്യ പ്രകടനങ്ങളാണ് ഹ്രസ്വമായി പറഞ്ഞത്. ഈ ചലച്ചിത്രങ്ങളിലേക്ക് ഇവ കുടിയേറുന്നത് ആഴമായ പഠനത്തിന്റെയോ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ ഒന്നും അനുഭവങ്ങളുടെയോ ഒന്നും വെളിച്ചത്തിലൊന്നുമല്ല, മറിച്ച് ഉപരിപ്ലവമായ വായനയുടെയും സാമൂഹ്യ ജീവിതത്തിലെ ക്രൈസ്തവ ആവിഷ്കാരത്തിന്റെ ലാഘവ ബുദ്ധിയോടെയുള്ള വിശകലനത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ്. ക്രൈസ്തവ ജീവിത പരിസരങ്ങളോട് അല്പമാത്രമായ വിയോജിപ്പുകളും വിമർശനങ്ങളും ഉള്ളവരും ഇത്തരം അവസരങ്ങളെ മുതലെടുക്കുന്നു എന്നതും തള്ളിക്കളയാനാകും. എപ്രകാരമാണെങ്കിലും നീട്ടിയും കുറുക്കിയും വികലമാക്കിയും ആഘോഷമാക്കിയും എല്ലാം അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ പലവിധമായ സ്വാധീനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. രണ്ട് സ്വാധീനങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ബാക്കിയൊക്കെ പറഞ്ഞു പോയതാണ്.
ഒന്ന്, പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന വളരെ വ്യാപകവും ആഴത്തിലുള്ളതുമായ തെറ്റിദ്ധാരണകളാണ്. ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ആധികാരികമല്ലാത്ത ഇതിലൊരു പബ്ലിക് ഒരു എന്താ പറയുക ഒരു പൊതുമാധ്യമമാണ്. പ്രായഭേദമന്യേ ഈ സമൂഹത്തിലെ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കലാരൂപം, വേണമെങ്കിൽ നമുക്ക് പറയാം സിനിമ എന്ന് പറയുന്നത്. അവിടെ ആധികാരികമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആക്ഷേപം ജനിപ്പിക്കുന്ന രീതിയിൽ വിമർശനാത്മകമായൊക്കെ ഈ മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടുമ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു സമുദായവും അവരുടെ മതവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും അവയെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകളാണ് രൂപപ്പെടുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ അടുത്തറിയാനോ പഠിക്കാനോ താല്പര്യം കാണിക്കാത്തവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും മാത്രം അതിനെക്കുറിച്ച് കേൾക്കുന്നവരും വലിയൊരളവിൽ മോശമായി ചിന്തിക്കാനുള്ള സാധ്യതകളാണ് ഇവയിലൂടെ സൃഷ്ടിക്കപ്പെടുക. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള സ്വതന്ത്ര ആവിഷ്കാരങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതും ഇതിന്റെ അനിവാര്യം. രണ്ടാമത്തത് പൊതുസമൂഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. രണ്ടാമതൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ സമൂഹത്തിന് സംഭവിക്കുന്ന വഴിതെറ്റലുകളാണ്. വഴിതെറ്റിക്കപ്പെടുന്ന വിശ്വാസ സമൂഹം. ചലച്ചിത്രങ്ങളിലെ ഹാസ്യവും വിമർശനവും ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ പ്രമേയങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെ തന്നെ വിശ്വാസ വിഷയങ്ങളിലും സ്വസമുദായത്തെക്കുറിച്ചുള്ള ചിന്തയിലും നിന്ന് മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. ലാഘവ ബുദ്ധിയോടെ വിശ്വാസ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായ അവയോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാറ്. വടവാതൂർ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ മണിയാട്ടത്തിനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വലിയായിരുന്നു സെൻസ് ഓഫ് സേക്രഡ് എന്ന് പറയും. ഈ പരിശുദ്ധമായ ഇടങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തും ഈവൻ മദ്ബഹായ്ക്ക് വിരിയിട്ട് സൂക്ഷിക്കുന്നത് ഈ സെൻസ് ഓഫ് സേക്രഡ് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഒരു വലിയ തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടയാളമാണ്. അപ്പൊ അത് നഷ്ടപ്പെടുന്നതോടുകൂടി ആർക്കും കയറി ഇറങ്ങാവുന്ന ഒന്നായി മദ്ബഹകൾ മാറിപ്പോകുന്നു. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് എന്റെ ഒരു ചിന്തയിലും അനുഭവത്തിലും അവയൊക്കെ വിശ്വാസ വിഷയങ്ങളെ വളരെ ലാഘവ ബുദ്ധിയോടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു അപകടം ഇതിന്റെ അകത്തൊക്കെ പതിയിരിക്കുന്നു. അല്ലെ, വിശ്വാസ വിഷയങ്ങൾ, കൂതാശകൾ, ഇതൊക്കെ തമാശയുടെ പരിഹാസത്തിന്റെ നിലം പറയാം, തമാശയുടെ വിഷയങ്ങളാണ് എന്ന് വരുമ്പോൾ അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട നോബൽ അച്ഛൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഈ കേരളക്കരയിൽ കണ്ടിന്യൂസ് ആയി വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പുറകെ ഒന്ന് എത്ര സിനിമകളാണ് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളെ വലിച്ചു കീറി ആക്ഷേപിച്ചുകൊണ്ട് കേരളക്കരയിൽ അരങ്ങേറിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പേര് അതിന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിഷവായുവാണ് നമ്മൾ ഈ കേരളക്കരയിലേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അവരുടെ കുടുംബജീവിതമാണ് തകരാൻ പോകുന്നതെന്ന്, അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് തകരാൻ പോകുന്നതെന്ന്, അവരുടെ ആത്മാവാണ് നിത്യജീവൻ നഷ്ടപ്പെട്ട് ഇവിടെ ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ട് ഇവിടെ അനാഥമാകാൻ പോകുന്നതെന്ന്. വിശ്വാസ കാര്യങ്ങൾ, ആ സെൻസ് ഓഫ് സേക്രഡ്നെസ്, അതായത് ആ വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ചുള്ള റെസ്പെക്റ്റ്, റെവറൻസ് നഷ്ടപ്പെടുന്ന വിധം ഫിലിമുകളും കാർട്ടൂണുകളും പോസ്റ്ററുകളും, ഫിലിം പോസ്റ്റേഴ്സ്, എത്ര ആക്ഷേപകരമായ ഫിലിം പോസ്റ്റേഴ്സ്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ വൺ ആഫ്റ്റർ അനദറായിട്ട് ഓരോ സിനിമയ്ക്കും വിശ്വാസത്തെയും വിശ്വാസ പ്രതീകങ്ങളെയും വിശ്വാസ വിഷയങ്ങളെയും ആക്ഷേപിച്ച് ചിഹ്നങ്ങളെല്ലാം അധിക്ഷേപിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോഹയാണെങ്കിലും സന്യാസ വസ്ത്രമാണെങ്കിലും ക്രൂശിതരൂപമാണെങ്കിലും പരിശുദ്ധ കുർബാനയാണെങ്കിലും കാസയാണെങ്കിലും പീലാസയാണെങ്കിലും കുമ്പസാരക്കൂടാണെങ്കിലും സന്യസ്തരയാണെങ്കിലും ഒക്കെ ആക്ഷേപിക്കുക. ഈ ഓരോ പോസ്റ്ററും ഈ ഓരോ തരത്തിലുള്ള ഈ ഓരോ അവതരണങ്ങളും നമ്മുടെ അനേകം കുടുംബങ്ങളുടെ മക്കളെ ആത്മീയമായി ദുർബലപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ഒരു ആത്മീയ സത്യമാണ്. ഞാനിത് പറയണത് അനേകം ചെറുപ്പക്കാരുടെ യുവാക്കന്മാരുടെ വേദന അറിഞ്ഞിട്ടാണ്. കാരണം കഴിഞ്ഞ 27 വർഷമായി ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മലമ്പ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തീരപ്രദേശങ്ങളിലും എല്ലായിടങ്ങളിലും ഈ ഒരു ജനതയുടെ വേദനയുമായി ഇടപഴകാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിൻ്റെ ആ അനുഭവത്തിൻ്റെ ആ വേദനയുടെയും ആ ഒരു ചൂടിൽ നിന്നാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. A slow poisoning is going on through medias. ഈ സമൂഹം, ഈ സമുദായം ഉണർന്ന് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. ഇവിടെയുള്ള ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. വിശ്വാസ സംഹിതങ്ങളെ
വിശ്വാസാചാരങ്ങളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ ഗവൺമെൻറ് ചിന്തിക്കണം. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണത്തെ കുറിച്ച് സമുദായം ഉണർന്ന് ചിന്തിക്കണം, സമൂഹം ഉണർന്ന് ചിന്തിക്കണം. ഇത് ഈ കാലഘട്ടത്തിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഒരു സമൂഹത്തിൽ, ഒരു പ്രദേശത്ത്, ഈ കേരളക്കരയിൽ ഒരു സമുദായം ക്ഷയിക്കുമ്പോൾ മറ്റു സമുദായങ്ങളത് ബാധിക്കും. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനാണെങ്കിൽ നാളെ മറ്റൊരു സമൂഹത്തിന്. സിനിമകളിലൂടെയുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചില സിനിമകൾ ആരും കാണുന്നില്ലെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രൈസ്തവ സമുദായത്തെ ക്ഷയിപ്പിക്കുന്നതും ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമായ സിനിമകൾ കാണികളില്ലെങ്കിലും അത് നഷ്ടമാണെങ്കിലും പിന്നെയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആ വെബിനാറിൽ ബഹുമാനപ്പെട്ട നോബിളച്ചൻ പറഞ്ഞത് എനിക്ക് വളരെ കൃത്യമായത് തോന്നി. ഞാൻ കുറച്ച് സിനിമകളെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ, റോമൻസ്, വിശുദ്ധൻ, വാരിക്കുഴിയിലെ കൊലപാതകം, ലൂസിഫർ, അതൊക്കെ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു പോയ സിനിമകളും ആശയങ്ങളുമാണ്. അതിലേക്ക് ഒന്നും പോകുന്നില്ല. അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആശയം സമീപകാലത്തായി വളരെയധികം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പണം മുടക്കുന്നവർ ഉണ്ട്, അവർ മറഞ്ഞിരിക്കുന്നു. നമ്മൾ സാഹിത്യത്തിലൊക്കെ ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയാറ്. ആർക്കൊക്കെയോ വേണ്ടി എഴുതുന്നവരാണ്. ആർക്കൊക്കെയോ എന്നല്ല, പലർക്കും വേണ്ടി എഴുതി കൊടുക്കുന്ന ഗോസ്റ്റ് റൈറ്റേഴ്സ് ആണ്. അങ്ങനെ ഗോസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയ മലയാള സാഹിത്യ കൃതികൾ വളരെ പ്രശസ്തമായവ നമുക്ക് പരിചയവും. എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് നമുക്കറിയില്ല. പ്രൊഡ്യൂസേഴ്സും അങ്ങനെ തന്നെയാണ്. ആരാണ് മറഞ്ഞിരിക്കുന്നത്? അത് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിച്ചു പോകുമ്പോൾ മിക്ക സിനിമകൾക്ക് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാം. പക്ഷെ പലതിൻ്റെതും ലഭ്യമല്ല, അല്ലെങ്കിൽ ദൃശ്യമല്ല, അല്ലെങ്കിൽ വ്യക്തമല്ല എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമുക്ക്. സാമ്പത്തിക നേട്ടമില്ല എങ്കിലും സിനിമകൾ വീണ്ടും വീണ്ടും ഇറങ്ങുന്നു. അതും നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസിയാണ്. അപ്പൊ പിന്നെ ഈ സിനിമകളുടെ ലക്ഷ്യം എന്താണ്? സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ പിന്നെ ഈ സിനിമകൾ ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവ ആശയപ്രചരണത്തിനാണ്. പല സിനിമകളും അത് നന്നായിട്ട് ഓടാത്തതുണ്ട്, നന്നായിട്ട് ഓടിയതുണ്ട്. പക്ഷെ ഓടിയില്ലെങ്കിലും പിന്നെയും സിനിമകൾ ഇറക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സിനിമകൾ സമുദായത്തെ ആക്രമിക്കുന്ന, വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന, ഈ സമൂഹത്തിൻ്റെ കുട്ടികൾക്കൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഇങ്ങനത്തുള്ള സിനിമകൾ. അതിന് പണം മുടക്കാൻ വലിയ വലിയ ലോബികളുണ്ട് എന്നുള്ളത്. ഈ ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ക്രൈസ്തവരെ അവഹേളിക്കുന്ന സിനിമകളുടെ പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചു. അതേസമയം ക്രൈസ്തവരെ അവഹേളിക്കുന്ന സിനിമാ പോസ്റ്റർ പുറത്തിറക്കിയതിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളുള്ള നിരവധി സിനിമകൾ പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന സംശയം ഉയർന്നിരിക്കുന്നത്. ക്രൈസ്തവ ആചാരങ്ങളെയും കൂദാശകളെയും വിശ്വാസങ്ങളെയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് നിരവധി ചിത്രങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ റിലീസ് ചെയ്തത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ സംശയിക്കുന്നത്. ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സും രാഷ്ട്രീയവും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടാൻ നടപടി സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. ക്രൈസ്തവ കുദാശകളുടെ ആത്മീയ തലത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം സിനിമകൾ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. ഇത്തരം സിനിമകൾക്ക് സെൻസർ ബോർഡ് അനുമതി നൽകാൻ പാടില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള TV പരിപാടികളുടെ സംരക്ഷണം തടയുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതേസമയം ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ അവഹേളനപരമായ സിനിമാ പോസ്റ്റർ പുറത്തിറക്കിയ നടപടിക്കെതിരെ വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പോസ്റ്റർ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സംഘടന പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ആശങ്ക ഉണർത്തുന്ന മറ്റൊരു ഗൗരവമേറിയ വിഷയം, ഈ സിനിമാ മണ്ഡലത്തിലേക്ക് മത തീവ്രവാദികളുടെ ശ്രദ്ധ തിരിഞ്ഞ് മത തീവ്രവാദികളുടെ കരാളഹസ്തങ്ങൾ പതുക്കെ ഈ സിനിമാ മണ്ഡലത്തിലേക്ക്, മാധ്യമ മണ്ഡലത്തിലേക്ക് നീങ്ങി വരുന്നു എന്നുള്ളത് ഇവിടെ വളരുന്ന മലയാളികളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം ചിത്രങ്ങളുടെയും തിരക്കഥകൾ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്നവയുമായിരുന്നു. സ്നേഹവും കരുതലും നൽകുന്ന വൈദികരും കാരുണ്യപ്രവൃത്തികൾ ത്യാഗത്തോടെ നിർവഹിക്കുന്ന സന്യസ്തരും നല്ലൊരു ഭാഗം മലയാള ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. എന്നാൽ ഈ അവസ്ഥകൾക്ക്
മാറ്റം വന്നത് ഈ പതിറ്റാണ്ടോടുകൂടിയാണ്. പല സിനിമകളിലെയും വൈദിക കഥാപാത്രങ്ങളെയും സന്യസ്ത കഥാപാത്രങ്ങളെയും കോമാളികളും ധാർമ്മിക നിലവാരം ഇല്ലാത്തവരുമായി ചിത്രീകരിക്കാൻ തുടങ്ങി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വീണുപോകുന്ന വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഇത്തരം ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നതോ ഭൂരിഭാഗം വൈദികരും സന്യസ്തരും വഴിപിഴച്ചവരും ധാർമ്മികത കാത്തുസൂക്ഷിക്കാത്തവരുമാണ് എന്ന വിധത്തിലും. ഇതിന്റെ കാരണങ്ങളും ഉറവിടവും അന്വേഷിച്ചു പോകുന്നവർ ചെന്നെത്തി നിൽക്കുക ചില തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളിലാണ്. മലയാള സിനിമ മേഖലയിലെ ചില പ്രത്യേകതരം ചിത്രങ്ങളിൽ അവർ പണം നിക്ഷേപിക്കാനും അതിനെ നിയന്ത്രിക്കാനും തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. അവർ സിനിമയെ ഉപയോഗിച്ച് മറ്റ് മതവിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും അവരുടെ മതവിശ്വാസം മാത്രം ഉയർത്തി കാണിക്കാനും മനഃപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പൊതുവേദിയായി അവർ സിനിമയെ ഉപയോഗിക്കുന്നു. തീവ്ര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംഘടന ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പല യുവാക്കളെയും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആക്കി മാറ്റി സിനിമയെടുക്കാൻ പണം ഒഴുക്കുന്നുണ്ട് എന്നത് കുറെ വർഷങ്ങളായി സിനിമാ മേഖലയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ശക്തമായ ഒരു ആരോപണമാണ്. അവരുടെ മറ്റൊരു അജണ്ട എന്നത് മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്തുകയും കൊന്നൊടുക്കുകയും ചെയ്ത ചില ചരിത്ര കഥാപാത്രങ്ങളെ നല്ലവരും നന്മ നിറഞ്ഞവരുമായി മാറ്റി ജനമനസ്സുകളിൽ അവരെ പുനഃസൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. ഇവയെല്ലാം ഇന്ന് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണെന്ന് പലർക്കും അറിയാമായിരുന്നെങ്കിലും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ വേണ്ട പണം എവിടെ നിന്നാണ് ഒഴുകിയെത്തുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കള്ളക്കടത്ത് കേസിലെ പ്രതികളെ NIA ചോദ്യം ചെയ്യുന്നത് വഴി കേരള സമൂഹത്തിന് ലഭിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ താറടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു ബിഗ് ബജറ്റ് മലയാള ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ചിലവാക്കിയ പണം ഈ കള്ളക്കടത്ത് വഴി എത്തിയതാണ് എന്ന സംശയം ഉയർന്നു കേൾക്കുമ്പോൾ അതിനെ വളരെ ആശങ്കയോടെ വേണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കേൾക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശങ്കയുണർത്തുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നാം കേട്ടത്. നമുക്ക് ചുറ്റിലും ഈ വിശ്വാസ സംഹിതയെ ക്ഷയിപ്പിച്ച് ഈ സമുദായ അംഗങ്ങളെ ഛിന്നഭിന്നമാക്കി ശിഥിലീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം സാഹിത്യ മണ്ഡലങ്ങളിലൂടെയും സിനിമകളിലൂടെയും കാർട്ടൂണിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലൂടെയും സ്വാധീനം ഉറപ്പിച്ച് വരുന്ന ഒരു ഫോഴ്സിനെ കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ചാനൽ 24-ൽ ആ നാളുകളിൽ സ്വർണ്ണക്കടത്തിൻ്റെ നാളുകളിൽ ഒരു വാർത്ത വന്നത് എന്നെ വളരെ അതിശയിപ്പിച്ചു. ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ച മലയാള സിനിമകളെക്കുറിച്ച് NIAക്കും കസ്റ്റംസിനും തെളിവ് ലഭിച്ചു. മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകന്റെയും മുതിർന്ന സംവിധായകന്റെയും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ചു. 4 ചിത്രങ്ങൾക്കാണ് ഫൈസൽ ഫരീദ് കള്ളക്കടത്ത് പണം ഉപയോഗിച്ചത്. അരുൺ ബാലേന്ദ്രൻ വഴിയായിരുന്നു പണം സിനിമാ മേഖലയിൽ എത്തിച്ചത്. കസ്റ്റംസും NIAയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ. കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങൾ ഫൈസൽ ഫരീദിന് അറിവുണ്ടെന്നാണ് NIAയുടെയും കസ്റ്റംസിന്റെയും വിലയിരുത്തൽ. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം. പണ്ടുകാലത്ത് ഒരു സിനിമയിൽ ഒരു ക്രിസ്തീയ സാന്നിധ്യം, പ്രത്യേകിച്ച് ഒരു വൈദികനോ സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഡ്രാക്കുള സിനിമയൊക്കെ, അതിൽ പിശാചിൻ്റെ എന്തെങ്കിലും ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വൈദികൻ കുരിശുമായി വന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ധകാരപീഠ പൈശാചിക സ്ഥിതി ഒഴിഞ്ഞു പോകുന്നു. ആ കുടുംബത്തിന് ഡെലിവറൻസ് ലഭിക്കുന്നു. അങ്ങനെ വളരെ അനുഗ്രഹത്തിന്, വളരെ എന്ന് പറഞ്ഞാൽ ദൈവികമായ വിധത്തിൽ ചിത്രീകരിച്ചിരുന്ന ആ അവസ്ഥയൊക്കെ മാറി കുറച്ച് കാലങ്ങളായി വളരെ എല്ലാ തിന്മയുടെയും എല്ലാ അഴുക്കിൻ്റെയും ഇതൊക്കെ കുരിശുരൂപവും പൗരോഹിത്യം എല്ലാം ചിത്രീകരിക്കപ്പെടുന്ന സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഏത് വിധത്തിലാണെന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ പെട്ടെന്ന് സമൂഹത്തിൻ്റെ വളർച്ച കൊണ്ട് വന്ന ഒരു സ്വാധീനമായിട്ട് ആണെന്ന് മാത്രം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഗവൺമെൻറ് ഏജൻസികൾ ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ അന്വേഷിക്കണം, ചിന്തിക്കണമെന്ന് ശക്തിയുക്തം ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് ഒരു നാച്ചുറൽ വളർച്ചയല്ല. ഇതിൻ്റെ പുറകിൽ പ്രത്യേകതര ഗൂഢലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുണ്ട് എന്നതിനുള്ള വ്യക്തമായ സൂചനകളും തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഗവൺമെൻറ് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം, ഇടപെടണം. ഇത് ഒരു സമൂഹം മുഴുവൻ്റെയും ആവശ്യമാണ്. ഇതുപോലെ മറ്റൊരു മണ്ഡലമാണ് ചാനൽ ചർച്ചകൾ. ടെലിവിഷൻ ചാനൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടനെ ടെലിവിഷൻ ചാനലുകൾ അതിന് അന്തിച്ചർച്ച, ഒരു വലിയൊരു പ്രതിഭാസമാണത്.
ഈ ചാനൽ ചർച്ചകളിലോ ഒരു പ്രത്യേക തരത്തിലുള്ള മുൻവിധിയോടെ ആദ്യം തന്നെ ഇരയെയും വേട്ടക്കാരനെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. പിന്നെ അത് വിധി പ്രസ്താവമാണ് അങ്ങോട്ട്. അത് പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിലും അത് സമുദായ അംഗങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കുന്ന വിഷയമാണെങ്കിലും ഈ ചാനൽ ചർച്ചകൾ വളരെ വലിയ ദോഷം സമുദായത്തിനും വിശ്വാസി സമൂഹത്തിനും നേരിടുന്നുണ്ട് എന്നൊരു സത്യമാണ്. ചാനൽ ചർച്ചകളുടെ തേരോട്ടത്തിൽ വീണടിയുന്നത് ഒരു സമുദായത്തിൻ്റെ ആത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ പ്രത്യേക തരത്തിലുള്ള മാറിയ അന്തരീക്ഷത്തിൽ ചാനൽ നടത്തിപ്പുകാർക്ക് അതല്ലാതെ വേറെ വഴിയില്ലായിരിക്കും. ഈ അടുത്ത കാലത്ത് 2 മാധ്യമ പ്രവർത്തകർ തമ്മിൽ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് നേരം ശ്രദ്ധിച്ചു. അതിൽ എന്നെ സ്പർശിച്ച് എന്നെ ടച്ച് ചെയ്ത ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഭൂരിപക്ഷ തൃപ്തിക്ക് വഴങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു ബിസിനസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ അച്ചടി ഭാഷയിൽ ഇത് മറ്റൊന്നാണെന്നൊക്കെ വിവരിക്കാം. പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത് അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി മിക്കവാറും മാധ്യമങ്ങളൊക്കെ നേരിടുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഈ ബിസിനസ് മോഡൽ തന്നെ കൊളാപ്സ് ചെയ്യാണ്. അത് സക്സസ്ഫുൾ അല്ല. ടെലിവിഷനെ സംബന്ധിച്ചായാലും പത്രത്തെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. അപ്പോൾ സെൻസേഷണലിസമാണ് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഒന്നുകിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ വീഴും എന്നുള്ളതാണ് അതിന്റെ. അതെ, NDTV സംശയം. പ്രണോയ് റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് അഡ്വർടൈസേഴ്സ് പരസ്യം ചെയ്യുമ്പോൾ കേവലം ഈ പറയുന്ന റേറ്റിംഗ്സ് മാത്രം നോക്കരുത്, മറിച്ച് ക്വാളിറ്റി കൂടി നോക്കി ക്വാളിറ്റി ന്യൂസ്, ക്വാളിറ്റി ജേർണലിസം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ സവിശേഷമായി കണ്ട് ഈ അഡ്വർടൈസേഴ്സും അതുപോലെ തന്നെ കമ്പനികളും പരസ്യം ചെയ്യണമെന്ന് അത് വളരെ കാലമായി പ്രണോയ് റോയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള മാധ്യമത്തിനെ പരസ്യമുള്ളൂ. കോർപ്പറേറ്റുകൾ അങ്ങനെ ചിന്തിക്കും. അതല്ലാതെ ക്വാളിറ്റി ജേർണലിസം വാങ്ങാൻ ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിറ്റി ജേർണലിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അതില്ലാത്ത ഒരു എക്കോസിസ്റ്റത്തിൽ പിന്നെ നമുക്ക് എന്താണ് വഴി എന്നുള്ളതാണ് പ്രശ്നം. ശരിയാണ്, മാതൃകാപരമായി എല്ലാം ചെയ്താൽ കാണാനും കേൾക്കാനും ആളില്ല. ശാന്തമായി സത്യം മാത്രം അന്വേഷിച്ച് നേരിൻ്റെ വഴിയെ മാത്രം പോയി സത്യമെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിനാളില്ല കേൾക്കാനും കാണാനും. അതുകൊണ്ട് ചാനലുകാർ നിർബന്ധിക്കപ്പെടുകയാണ്. അവർ ഷെയർ ചെയ്ത ഒരു പ്രതിഭാസമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർക്കറ്റിംഗ് നടക്കണം. ഇതൊരു ബിസിനസ്സാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്തൊരു ബിസിനസ്സാണ്. ടെലിവിഷൻ ചാനൽ നിലനിർത്തണം, പത്രമാധ്യമ ശാല നിലനിർത്തണം, ആ പ്രസ്ഥാനം നിലനിർത്തണം. അതിന് ആളുകൾ വാങ്ങണം, ആളുകൾ വേണം. അതിന് ഭൂരിപക്ഷം എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂരിപക്ഷം എന്താണ്? സത്യം എന്നല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഈ പറയണത് കേൾക്കാൻ ആൾ വേണം, ആ കേൾക്കാൻ പറ്റിയത് അങ്ങോട്ട് കൊടുക്കുക. അത് കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള ദൂഷണമാണെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് ആവേശത്തോടെ കേൾക്കുന്നത് പ്രദാനം ചെയ്യുക, അല്ലാതെ സത്യം പ്രദാനം ചെയ്യുന്നുള്ളതല്ല ഇപ്പോൾ നമുക്ക് ചുറ്റിനും മാധ്യമ പ്രവർത്തനം വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബിസിനസ്സാണ്. ഇതിൽ ആളുകൾ വരണം, ആളുകൾ കേൾക്കണം, ഇത് റൺ ചെയ്യണം. മാതൃകാപരമായി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ചും ആ ഷെയറിങ്ങിൽ ഒരു ചെറിയ ഷെയറിങ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. വിഷയങ്ങളും അങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെ ഈ തരത്തിലുള്ള എലമെൻസ് ഉള്ള വിഷയങ്ങൾക്കുമാണ് ഇത്തരത്തിൽ പിന്നെ വ്യൂവർഷിപ്പ് വരിക. അപ്പോൾ എപ്പോഴും ഈ വ്യൂവർഷിപ്പ് എന്നുള്ളത് ഒരു ഘടകമാണ്. വ്യൂവർഷിപ്പ് എന്നുള്ളത് ഘടകമാണ്. അതല്ലാതെ നമുക്കിതിനെ ഇപ്പോൾ ഒരു സാമൂഹ്യ സേവനമായിട്ട് നടത്താൻ കഴിയുന്ന സാഹചര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഈ തൊട്ട് മുൻപുള്ള ദിവസം A. റഹീം CPM-ൻ്റെ പ്രതിനിധി മീഡിയ വണ്ണിൻ്റെ ചർച്ച, ഞാൻ നല്ല ചെയ്തത്, മീഡിയ വണ്ണിൻ്റെ ചർച്ചകൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വളരെ മാതൃകാപരമാണ്, ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല എന്നുള്ളത് സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? മാതൃകാപരമായി നിലപാടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ മാതൃകാപരമായി നിലപാടെടുത്താൽ അത് അബദ്ധമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ. നമ്മുടെ സമൂഹം അതുപോലെ മാറിക്കഴിഞ്ഞു. വ്യൂവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അവർക്ക് എരിവും പുളിയുള്ളത് കൊടുക്കണം. അതിന് പറ്റിയ വിധത്തിൽ ഇവർ ശരിക്കും ഓരോ ചാനലുകാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ ചവിട്ടി മതിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പരിപാവനമായി കാത്തു സൂക്ഷിച്ച വിശ്വാസാചാരങ്ങൾ, സാമുദായിക സംവിധാനങ്ങൾ, ആത്മീയ ബോധ്യങ്ങൾ, വരും തലമുറകളുടെ വിശ്വാസ ബോധ്യങ്ങൾ. മറ്റൊരു മണ്ഡലമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതാണ് ഒരു മാധ്യമരംഗത്തെ അതിപ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് മുഖ്യധാരാ മാധ്യമങ്ങളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെലിവിഷനിൽ ഒറ്റ റൂളേ ഉള്ളൂ, ഇത് ദ ലേറ്റസ്റ്റ് ദ ഗ്രേറ്റസ്റ്റ്, ഇത് മാത്രമേ ഉള്ളൂ.
ഈ 2 വാക്കിൽ മാത്രമാണ് ശരിക്കും ടെലിവിഷൻ നിൽക്കുന്നത്. ദ ലേറ്റസ്റ്റ്, ഏറ്റവും അവസാനമായി സംഭവിച്ചത് എന്ത്, ദ ഗ്രേറ്റസ്റ്റ് എന്താണ്, അതായത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്ത്, ഈ താല്പര്യം എന്താണ്, അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന മൂഡ് എന്താണ് എന്ന് ഞങ്ങൾക്ക് കൂടെ ബോധ്യമാക്കി തരുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള അതിൻ്റെ ഒരു പ്രചാരമാണ് എന്ന് പറയാം. ഒരു സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതൊരു പക്ഷേ മാനുഫാക്ചേർഡ് സ്പിരിറ്റ് ഓഫ് ദി ടൈം ആയിരിക്കാം. അത് മാനുഫാക്ചേർഡ് ആണെങ്കിലും അല്ലെങ്കിലും അതാണ് ആ സ്പിരിറ്റ് ഓഫ് ദി ടൈം. അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെ വോട്ടാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യം വന്നാൽ അതിൽ നിന്ന്, അത് എത്ര പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിൽ നിന്ന് മാറും എന്ന് പറയുന്നതുപോലെ നിങ്ങളുടെ അംഗീകാരവും നിങ്ങളെപ്പോലെയുള്ള കാഴ്ചക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് ദി ടൈമിൻ്റെ അനുസരിച്ച് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതിവിടെ മാത്രം സംഭവിക്കുന്നതല്ല. ഇപ്പം ദിലീപും എൻ്റെ കേസുണ്ടായി, നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ദിലീപ് ആ കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയത്. അതാണ് അതിൻ്റെ സ്പിരിറ്റ് ഓഫ് ദി ടൈം. അത് പക്ഷേ മാനുഫാക്ചേർഡ് ആയിരിക്കാം, അത് മനുഷ്യാവകാശങ്ങൾക്കെതിരായിരിക്കാം, ദിലീപ് ഒരു കുറ്റാരോപിതൻ മാത്രമായിരിക്കാം. പക്ഷേ അന്നത്തെ ആ സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറയുന്നത് അതാകുമ്പോൾ അതിനെതിരായിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ അതിലെ വില്ലൻ ആരാണെന്ന് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒരു വിധി കൽപ്പിക്കും. ആ വില്ലൻ, അതിപ്പം ആ കേസിൽ ദിലീപാണെങ്കിൽ, ഈ സമയത്ത് ഈ കേസിൽ ജോളിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ പിണറായി വിജയനാണെങ്കിൽ, അല്ലെങ്കിൽ VS അച്യുതാനന്ദനാണെങ്കിൽ, ആ വില്ലനെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വില്ലനെ ഏത് തരത്തിൽ ഏറ്റവും നന്നായി ആര് പ്രഹരിക്കുന്നു എന്നത് മാത്രം നോക്കിയാണ് അവർ ചാനലുകൾ കാണുക. അല്ലാതെ ഇപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേണു ചെയ്യുന്നത് കൊണ്ട് മാത്രം അവർ ആ ചാനൽ അത് കാണണമെന്നില്ല. അവർക്ക് താല്പര്യമുള്ള വിഷയം ആയതുകൊണ്ട് മാത്രം. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു മെസ്സേജിൽ, ഇന്നലെ രാത്രിയിൽ ഏഷ്യാനെറ്റ് ചർച്ചയ്ക്കെടുത്തത് മരട് ഫ്ലാറ്റിൻ്റെ വാർത്തയായിരുന്നു. ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തത് ഈ ജോളി കേസിലെ ഇന്നലെ വന്ന വിവാദങ്ങളായിരുന്നു. അപ്പോൾ അത് യൂട്യൂബിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം എത്രത്തോളമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ മരട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആളുകളുടെ ആ സ്പിരിറ്റ് ഓഫ് ദി ടൈമിൽ നിന്ന്, ആ ജോളി എന്ന് പറയുന്ന ആ കേസിൽ നിന്ന് ആളുകളുടെ മനസ്സ് മാറിയിട്ടില്ല. അത് മാറാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ഓൾട്ടർനേറ്റീവ് കൊടുത്താലും അവരവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അവർക്ക് പിന്നെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളോടൊക്കെ ഈ പറയുന്ന ഇഷ്ടമൊന്നും അവിടെ പ്രസക്തമല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ ജോളി കേസിൻ്റെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആങ്കർ നാളെ ചെയ്യുകയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേണു വേറൊരു വിഷയത്തെക്കുറിച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ആ ഇഷ്ടമില്ലാത്ത ആങ്കർ ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾ കാണും. കാരണം അതാണ് അതിൻ്റെ സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് എതിരായിട്ട് നമുക്ക് പോകാനൊക്കില്ല. നമ്മൾ ഇപ്പോൾ ഈ ചാരക്കേസിൻ്റെയൊക്കെ കാര്യം മുമ്പ് നമ്മളൊരു പൂർവ്വകാല പ്രാബല്യത്തോടെ എടുത്ത് നോക്കിയാൽ അന്ന് ഏഷ്യാനെറ്റ് പോലെ ചില മാധ്യമങ്ങൾ അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് അക്കാലത്ത് സ്വീകരിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും, ഇന്നത്തെ ഇപ്പോഴാണെങ്കിൽ പോലും കെ കരുണാകരൻ ചാരക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുധാരണ നിലനിൽക്കെ അങ്ങനെ ഇല്ല എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം അങ്ങനെ ആരതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയാലും അത് ഈ ചാരക്കേസിൽ കൂട്ടുപ്രതിയാക്കുകയും കരുണാകരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ കൂട്ടമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും കരുണാകരനോടൊപ്പം തന്നെ അവരെ ഈ ഒരു വിചാരണയും കൂടാതെ വിധി എഴുതി തടങ്കലിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. അതാണ് ഈ സ്പിരിറ്റ് ഓഫ് ദി ടൈമിനെതിരെ നമുക്ക് നിൽക്കാൻ പറ്റാത്തത്. അങ്ങനെ ആയിപ്പോയി. അതിനകത്തൊരു വലിയൊരു പങ്ക് ഈ മറ്റ് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും നോക്കുന്നത് ഇത്ര മാത്രമുള്ളൂ നോക്കുള്ളൂ, ദ ലേറ്റസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്. അതല്ലാതെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മുടെ സമൂഹം അങ്ങനെ മാറിപ്പോയി. അത് എത്ര ബഹുമാന്യ വ്യക്തിയാണെങ്കിലും, അതെത്രമാത്രം വലിയ അല്ലെങ്കിൽ എത്രമാത്രം പാരമ്പര്യമുള്ള ഒരു സമൂഹമാണെങ്കിലും, എന്തു തന്നെ കാര്യങ്ങളും ശരി, ആ ഒരു എന്താ പറയുക, ജനക്കൂട്ട ആരവമുണ്ടല്ലോ, ആ ജനക്കൂട്ടത്തിൻ്റെ ആക്രോശം, ആ ജനക്കൂട്ടത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. മാധ്യമങ്ങളുടെ എല്ലാ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ജനക്കൂട്ട വിചാരണയാണ് ഇത് നടക്കുന്നത്. ആൾക്കൂട്ട ആക്രമണമാണ് ഇത് നടക്കുന്നത്. ആൾക്കൂട്ട ആക്രമണം അത് മാനുഫാക്ചർഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ജനത്തിൻ്റെ വികാരത്തെ സോഷ്യൽ മീഡിയ വഴി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പത്രത്തിൽ വന്നു, ഒരു സിനിമയിൽ വന്നു, ഒരു ചാനലിൽ വന്നു, ഒരു മാസികയിൽ വന്നു എന്ന് വിചാരിച്ച് അതാണ് സത്യം എന്ന് വിചാരിക്കരുത്.
വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കണം, കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണം, ചോദിക്കണം. ഓരോ ചാനലിനും അതിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ ചാനലിനും അതിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഓരോ മാധ്യമ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യമുണ്ട്. അതുകൂടാതെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടാതെ ഇതിൻ്റെ പുറകിൽ ഇതിനെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുടെ ഇൻഫ്ലുവൻസ്, അതും ഇതിനകത്ത് ഘടകമാണ്. അതും കൂടാതെ ഈ കേരള സമൂഹത്തിലെ രാഷ്ട്രീയ മലക്കമർച്ചിലുകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങളാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെത്രയെത്ര ജീവിതങ്ങൾ ബലിയാടുകളായി മാറി, ഇതിലെത്രയെത്രയോ സമുദായങ്ങൾ കരിമ്പടം കൊണ്ട് മൂടപ്പെട്ടു, എത്ര പേരെ കീലും താറും കോരി ഒഴിച്ച്, എത്ര പേരെ ചാണകം കൊണ്ട് പൂശി. എത്ര വലിയ കണ്ണുനീർ പുഴകൾ ഇതിൻ്റെ ഫലമായിട്ട് ഒഴുകപ്പെട്ടു. സത്യം ജലം പോലെ ഒഴുകിയില്ല, നീതി ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ ഒഴുകിയില്ല. നീതിമാന്മാരെ അപ്പം പോലെ തിന്നൊടുക്കി. രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഒരു ചാനലിലിരുന്ന് ഒരു ചാനൽ ചർച്ച അവരുടേതായ ചെറുപ്പക്കാരുടേതായ ആ ചെറു മനസ്സിൽ നിന്ന്, യൗവന മനസ്സിൽ നിന്ന് അവരുടേതായ ചില കാര്യങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. അവർ പറയാണ്, ശരിക്കും അഭിമാനബോധം പോലും നശിപ്പിക്കുന്ന വിധം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും സമുദായത്തിൻ്റെ മേലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമാനപൂർവ്വം നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നമ്മുടെ യുവത്വങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ഇതിപ്പോൾ ക്ലിൻറ്റൺ ചേട്ടൻ പറഞ്ഞതിലാണ് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇപ്പം നമ്മൾ പറഞ്ഞു പോയത്. അതായത് അഭിമാന തകർച്ച. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീഡിയ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം വരുന്ന കുപ്രചരണങ്ങൾ മൂലം ഇപ്പം വ്യക്തികളുടെ ന്യൂനതകൾ കൊണ്ട് വന്നിരിക്കുന്നത് മുഴുവൻ ഒരു ജനതയുടെ മേൽ ഇവർ ആരോപിച്ചിട്ട് നമ്മുടെ അഭിമാനബോധത്തെ പരമാവധി തകർച്ചയിലേക്ക് വിടും. അതിനുശേഷം യുവജനങ്ങൾക്ക് ഒരുമിച്ച് വരുവാനോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലിറങ്ങി നമ്മുടെ വിശ്വാസം ഇതാണെന്നൊന്ന് പ്രൊക്ലെയിം ചെയ്യാനുള്ള ധൈര്യത്തിൽ നിന്ന് നമ്മളവരെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഈ കുപ്രചരണങ്ങൾ വഴി. ഒരുപാട് കുപ്രചരണങ്ങൾ, ദുരാരോപണങ്ങൾ, വലിയ തരത്തിലുള്ള എന്താ പറയണത്, ഒരു കരിമ്പടം കിട്ട് മൂടുന്ന പോലെയാണ് ഓരോ സാഹചര്യത്തിലും. അവരുടെ വേദനയാണ് അവർ പങ്കുവെച്ചത്. ചിലപ്പോൾ ഒരു പുലബന്ധം പോലും ഇല്ലെങ്കിൽ അതുപോലെ സഭയുടെ മേൽ കെട്ടിവെക്കുന്ന ചില പ്രവണതകളും ചില ആളുകൾ ചെയ്യുന്നത് ശ്രദ്ധപ്പെടുന്നുണ്ട്, അതും അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ കൂണ് പോലെയാണ് പോർട്ടലുകൾ, ഓൺലൈൻ പോർട്ടലുകൾ. ഓരോരുത്തർ ഓരോ പേരിടുന്നു, ഓരോ വാർത്തകൾ ഇറക്കുന്നു, പൈങ്കിളി കഥകൾ അടിച്ചിറക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്ക് കഥകൾ മെനയുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പോർട്ടൽ, ആ പേരൊന്നും പറയുന്നില്ല, ഞാൻ പ്രശസ്തി കൊടുക്കുന്നില്ല, ആ പോർട്ടൽ ഇങ്ങനെ പറഞ്ഞു വെച്ചത്, സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്ന കത്തോലിക്ക സഭ. അപ്പോൾ ഞങ്ങൾ നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകൾ പറഞ്ഞു, അല്ല ഈ സോക്രട്ടീസും കത്തോലിക്ക സഭയുടെ ഒരു ബന്ധമില്ലല്ലോ, സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രീക്കിൻ്റെ ചരിത്രമാണല്ലോ, ഗ്രീക്കാണല്ലോ. അപ്പോൾ അത്തരത്തിൽ വഴി കൂടി പോകുന്ന എന്തും സഭയുടെ മേലെ അടിച്ചു വയ്ക്കാനുള്ളൊരു ത്വര ഈ പറയുന്ന ഓൺലൈൻ പോർട്ടൽ രംഗത്ത് ഇപ്പോൾ ആർക്കും ഒരു പേരിട്ടൊരു പോർട്ടൽ ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിലേക്ക് വ്യാജം പ്രചരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങളെ, കുപ്രചരണങ്ങളെ സത്യമാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം, കുപ്രചരണങ്ങളെ നമുക്ക് എങ്ങനെ തടയാനാകും? ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പം എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ക്രിസ്ത്യാനികളെയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികൾ എന്ത് വേണമെങ്കിലും പറയാം. കാര്യം ക്രിസ്ത്യൻ വിഭാഗം നമ്മുടെ ഒരു കൾച്ചർ അവർക്കറിയാം. കാര്യം നമ്മൾ സമാധാന പ്രിയരാണ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും കയ്യും കാലും കൊണ്ട് വീട്ടിൽ പോകാമെന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈവൻ എല്ലാവരും ഇതിലേക്ക് ഈ ക്രിറ്റിസിസത്തിലേക്ക് കടക്കുമ്പം ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിലേക്ക് ആദ്യം ക്രിസ്ത്യാനികളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഊറിക്കിടക്കുന്ന വേദനയാണ് അവരുടെ ഈ ഷെയറിങ്ങിലൂടെ അവർ സമൂഹത്തോട്, കേരള സമൂഹത്തോടാണ് അവർ ഷെയർ ചെയ്യണത്. ഇത് കാണാനും കേൾക്കാനും ഇവിടെ കാതുകളും, ഇത് കാണാനും മനസ്സിലാക്കാനും ഇത് ഫീൽ ചെയ്യാനും ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഓരോ ആഴ്ചയും ഇത് സിനിമ രംഗത്ത് മാത്രമല്ല
ചാനൽ രംഗത്ത് മാത്രമല്ല, സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല, പത്രമാധ്യമ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് മാസികകൾ, മാസം തോറും മാസികകളും വീക്കിലികളൊക്കെ ഇറങ്ങുന്നുണ്ട്. വീക്കിലികളിലും മാസികകളിലൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു 5 ലേഖനങ്ങൾ ക്രൈസ്തവ വിരുദ്ധമായ, ക്രൈസ്തവ വിരോധം പ്രചരിപ്പിക്കുന്ന 5 ലേഖനങ്ങളെങ്കിലും ഈ കേരളക്കല്ലിൽ ഇറങ്ങുന്നുണ്ട്. ഒന്നുകിൽ അത് മാതൃഭൂമിയിലായിരിക്കും, അല്ലെങ്കിൽ അത് ഭാഷാഭൂഷണിലായിരിക്കും, അതല്ലെങ്കിൽ ചന്ദ്രികയിലായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിമത സ്വഭാവമുള്ള സമൂഹങ്ങളിലായിരിക്കും. എന്തെങ്കിലും വിധത്തിൽ ഇതിൻ്റെ എല്ലാം പുറമെയാണ് വിശ്വാസത്തിൻ്റെ കടയ്ക്ക് കോടാലി വെക്കുന്ന തരത്തിലുള്ള ചില ഗൗരവമേറിയ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ. സഭയിൽ നിന്ന് പോയ വൈദികരുടെ പുസ്തകങ്ങളായിരിക്കാം, സഭ ഉപേക്ഷിച്ച് പോയ വിമത സ്വഭാവമുള്ള ചില സമർപ്പിതരുടെ പുസ്തകങ്ങളാകാം, അതും അല്ലെങ്കിൽ ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ സഭയിൽ നിന്നുണ്ടായി അങ്ങനെ പോയി മാറി നിൽക്കുന്നവരുടെ എഴുത്തുകളും പുസ്തകങ്ങളും ആകാം. ഇങ്ങനെ മാധ്യമ രംഗത്ത് ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിലധികം അതിദ്രുതഗതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ക്രൈസ്തവ സമുദായത്തിൻ്റെ നാശത്തിന് വേണ്ടി സ്ലോ പോയിസണിങ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണാതെ പോകരുത്. മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ വേട്ട, മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനം ഒരു യാഥാർത്ഥ്യമാണ്.